നിഖിൽ, മറ്റൊരു സഹകരണ ബാങ്ക് തട്ടിപ്പ് കൂടിയാണ് ഉയർന്നു വരുന്നത്. എന്താണ് ചക്കരക്കൽ സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് കൂടുതലായി ഈ റിപ്പോർട്ടിനും അപ്പുറം പ്രേക്ഷകരോട് പറയാനുള്ളത്. ലക്ഷ്മി പത്മ, ഈ ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾ തന്നെ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അവിടെ ചില പാളിച്ചകൾ ഉണ്ടായി എന്നുള്ളത്. പ്രധാനമായും ചില കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ടാണ്. ചിട്ടി ചേർന്ന ആളുകളുടെ പേരിലല്ലാതെ മരിച്ചു പോയവരുടേത് ഉൾപ്പെടെ പേരുകളിലാണ് പല ചിട്ടികളും അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഒന്നാമത്തെ വീഴ്ച. ഇത് തന്നെ ലക്ഷങ്ങളുടെ ചിട്ടിയാണ് പലരും ഇക്കാര്യത്തിൽ ഈ തരത്തിൽ ചേർന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ തട്ടിപ്പാണ് എന്നതാണ് ഒന്നാമത്തെ ആരോപണം. മറ്റൊന്ന്, ഈ രേഖകൾ സൂക്ഷിക്കുന്നതിൽ ഒരു ജാഗ്രതയും ഈ ബാങ്കിന്റെ ഭരണസമിതി കാണിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. കമ്പ്യൂട്ടറൈസേഷൻ എന്നൊരു കാര്യം അവിടെ നടന്നിട്ടേ ഇല്ല. ഇപ്പോഴും പഴയ രീതിയിലുള്ള ലെഡ്ജറുകൾ ഉപയോഗിച്ച് ആ ലെഡ്ജറുകളിലാണ് ഇതെല്ലാം ഈ കണക്കുകളെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കണക്കുകളിൽ പലതും മാറ്റുകയും തിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ നിക്ഷേപകരുടെ പേര് പോലും അവിടെ കാണാനില്ല തുടങ്ങിയതാണ് മറ്റൊരു ആരോപണം. മറ്റൊന്ന്, ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് ഏതൊരു ധനകാര്യ സ്ഥാപനത്തെയും സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനത്തിന്, അതിന് മുന്നോട്ട് പോക്കിന് ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ പോലും പിടിച്ചു നിൽക്കത്തക്ക വിധത്തിലാണ് ഈ കരുതൽ ധനശേഖരം മാറ്റിവെക്കുന്നത്. ഇങ്ങനെ മാറ്റിവെച്ച കരുതൽ ധനം പോലും ദുരുപയോഗം ചെയ്തു എന്ന അതീവ ഗുരുതരമായ ആരോപണം നിക്ഷേപകർ ഉന്നയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്. ഈ ഓഡിറ്റിങ്ങിൽ കൃത്യമായി ഈ പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നടന്നതായും ക്രമക്കേടുകൾ നടന്നതായും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ 100ഓളം നിക്ഷേപകരാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ തുക തന്നെ ഒരുപക്ഷെ 15 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അതിനു മുകളിലേക്ക് ഈ തട്ടിപ്പ് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ നിക്ഷേപകർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഈ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പണം മറ്റാവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. അവർ ഉന്നയിക്കുന്നത് ചില സ്ഥലങ്ങളിൽ, ഈ വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങുന്നതിനും ഒപ്പം തന്നെ റിസോർട്ടുകൾ കെട്ടുന്നതിനുമൊക്കെ ഈ പണം മാറ്റി ഉപയോഗിച്ചു. ബ്ലേഡിന് പണം നൽകാൻ വേണ്ടി ഈ തങ്ങൾ നിക്ഷേപിച്ച തുക മാറ്റിയെടുത്ത് ഉപയോഗിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ സഹകരണ സംഘത്തിൽ ചില ക്രമക്കേടുകൾ നടന്നു എന്ന് സമ്മതിക്കുന്ന KPCC അംഗം കൂടിയായ KC മുഹമ്മദ് ഫൈസൽ, അദ്ദേഹമാണ് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ്. അദ്ദേഹം ഈ തെറ്റ് നടന്നു, ചില ക്രമക്കേടുകൾ നടന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സെക്രട്ടറിക്കെതിരായി ഉയരുന്ന ആരോപണങ്ങൾ അത് അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് കൂടി പറയുന്നുണ്ട്. നിഖിൽ, നിക്ഷേപകർ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ ഇതിൽ? തീർച്ചയായും ഉണ്ട്. നിക്ഷേപകർ ഇക്കാര്യത്തിൽ പരാതിയുമായി രംഗത്തെത്തി. ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി പത്മ, മറ്റൊരു സഹകരണ ബാങ്ക് തട്ടിപ്പ് കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ അളവൂർ, കണ്ണൂരിൽ നിന്ന്.